ഭാരതി 810 AM. ലോകത്തിലെ ആദ്യത്തെ മലയാളം ഡിജിറ്റൽ റേഡിയോ പ്രവാസി ഭാരതി 810 AM. ഖത്തർ UAE എക്സ്ചേഞ്ച് പ്രവാസി ഭാരതി അന്തർദേശീയ റേഡിയോ നാടകോത്സവം 2017 പ്രസന്റഡ് ബൈ ഖത്തർ UAE എക്സ്ചേഞ്ച്. ഖത്തർ UAE എക്സ്ചേഞ്ച് പ്രവാസി ഭാരതി അന്തർദേശീയ റേഡിയോ നാടകോത്സവം 11ാം ദിവസം. നാട്യസ്വരാകാരം രസമയമനുകരണം നാടകം ഭാവന തന്നന്തരങ്ങിൽ വാഗ്മയ ബിംബിതരവരൂപകം ആകാശഭാഷിതം അശരീരിപൂരിതം അർത്ഥപൂർണം മാനസനേത്രം കൊതിക്കുന്ന ദർശനം കാതിന്നദാനന്ദം ചിരം നേരുന്നു ശുഭാരംഭം വരം നേരുന്നു ശുഭാരംഭം നേരിന്നു ശുഭാരംഭം. ഉണരുണരുകൻ തോഴരെ നിങ്ങളൊന്നായി ഉയരുയരുകീ ശ്രാവ്യ സംസ്കൃതിക്കൊപ്പം. ഉണരുണരുകൻ തോഴരെ നിങ്ങളൊന്നായി ഉയരുയരുകീ ശ്രാവ്യ സംസ്കൃതിക്കൊപ്പം. മറുനാട്ടു മണ്ണിലെ മലയാള മക്കളെ കാതൊരുക്കൂ, ഞങ്ങളരുളുന്നു സ്വാഗതം. മറുനാട്ടു മണ്ണിലെ മലയാള മക്കളെ കാതൊരുക്കൂ, ഞങ്ങളരുളുന്നു സ്വാഗതം. ഖത്തർ UAE എക്സ്ചേഞ്ച് പ്രവാസി ഭാരതി അന്തർദേശീയ റേഡിയോ നാടകോത്സവം 11ാം ദിവസം. ഇന്ത്യൻ സോഷ്യൽ സെന്റർ അലൈൻ അവതരിപ്പിക്കുന്നു മഴ നനഞ്ഞെത്തിയ അതിഥി. നാടകരചന സജിത് വിളയാങ്കോട്, സംവിധാനം നൌഷാദ് വളാഞ്ചേരി, പശ്ചാത്തല സംഗീതം രശ്മി ലജീബ്, ശബ്ദലേഖനം ശബ്ദമിശ്രണം ലജീബ് കുന്നുംപുറത്ത്. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും: അപരിചിതൻ നൌഷാദ് വളാഞ്ചേരി, അനിരുദ്ധ് സലിം ഹനീഫ, നിരഞ്ജൻ ബൈജു പട്ടാളി, മെർലിൻ സോഫി തോമസ്, പോലീസുകാർ സന്തോഷ് പിള്ള, സുരഭി നാരായണൻ, സുഹൃത്തുക്കൾ സജിത്ത്, ലജീബ്, റോബി വർഗീസ്, ഭിക്ഷക്കാരൻ വേലു, സജിത്ത്. മഴ നനഞ്ഞെത്തിയ അതിഥി. നമ്പർ 120-82 തിരുവനന്തപുരത്തുനിന്നും എറണാകുളം ടൗൺ ഷൊർണൂർ ജംഗ്ഷൻ വഴി മുംബൈ വരെ പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രിയോ കൃപയാ ധ്യാൻ ദീജിയേ. ഗാഡി നമ്പർ 1082 തിരുവനന്തപുരം എറണാകുളം ടൗൺ ഷൊർണൂർ കോക്കർ. എഴുന്നേറ്റ് സ്ഥലം കാലിയാക്കടാ. എത്ര തവണ നിന്നോട് പറഞ്ഞാടാ ഈ ഏരിയയിലൊന്ന് കണ്ടുപോകരുതെന്ന്. പകല് മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് ഭിക്ഷാടനം, എന്നിട്ട് രാത്രിയിൽ സുഖനിദ്ര. എന്താടാ കരുതിയേ? ഇതെന്താ സത്രമോ? എത്ര തല്ല് കിട്ടിയാലും ഇവനൊന്നും ഒരു കൂസലുമില്ല. കണ്ടില്ലേ പട്ടിയെ പോലെ വീണ്ടും വീണ്ടും ചുരുണ്ടുകൂടി കിടക്കുന്നത്. ഇനിയും നിന്നെയൊക്കെ ഇവിടെ കണ്ടുപോയാ
തൂക്കി വലിച്ച് ഞാൻ അകത്തിടും, പറഞ്ഞേക്കാം. ഒരു പിടിച്ചുപറി കേസ് മാത്രം മതി നിന്നെയൊക്കെ 2-3 കൊല്ലം അഴിയണ്ണിക്കാൻ. എണീറ്റ് പോടാ. அடிக்காதுங்க சார். ஐயோ சாமி வலிக்குது. அடிக்காதுங்க சார். இது ரொம்ப கொடுமை. நேற்று நான் சாருக்கு 100 ரூபாய் கொடுத்தல, ஞாபகம் இருந்த போதும். இன்றைக்கு ஒரு நாள் மட்டும் நான் தங்க போறேன் சார். அடிக்காத. நாளை காலை லிங்க் எக்ஸ்பிரஸுக்கு திரும்பி கண்டிப்பா கிளம்பிடுறேன். എണീറ്റ് പോടാ. சார் சார் அடிக்காத, விட்டுடு சார். வாடி போலாம். கடவுள் இருக்குல்ல, எல்லாமே அவன் பார்த்துட்டு தான் இருக்க. போலாம் வாடி. ரொம்ப வலிக்குது. അല്ലടാ, താനാള് കൊള്ളാലോ. അപ്പൊ വെറുതെ അല്ല തനിക്ക് ആൾക്കാരുടെ പ്രാക്ക് കിട്ടുന്നത്. അതെ, ശ്രദ്ധിച്ചിങ്ങോട്ടൊക്കെ നിന്നു. ഡിവിഷൻ ഓഫീസിലേക്കൊരു കംപ്ലൈൻറ്റ് ചെന്നാലേ ശേഷകാലം വീട്ടിലിരിക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലടോ, നമ്മൾ പോലീസുകാരെ കാശ് വാങ്ങുന്നുണ്ടെന്ന് പരാതി പറയേണ്ടതും ഈ തെണ്ടികൾ തന്നെയല്ലേ. ഇടയ്ക്ക് ഇതുപോലൊരു ലാത്തിപ്രയോഗം. പിന്നെ അടുത്ത ട്രെയിൻ വരുന്നത് വരെയേ ഉള്ളൂ ഇവന്മാരുടെയൊക്കെ ശല്യം. വേട്ടപ്പട്ടികൾ തമ്മിൽ അടിച്ചാ ഇര കുന്നുകയറുന്നൊരു പഴമൊഴിയുണ്ട്. ഏതായാലും നമുക്കിടയിൽ ഒരു തർക്കം വേണ്ട. ഇവന്മാരുടെ കാരുണ്യം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ തട്ടുതടവില്ലാതെ നടന്നു പോകുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഹോ, എന്തൊരു മുട്ടൻ കൊതുക. ഇതിപ്പോ വന്ന് സഹിക്കാൻ വയ്യാതായി. ഇതാ കണ്ടില്ലേ, ചത്ത് മലന്നിട്ടും അവസാനിക്കാതെ അവൻ്റെ ഒരു ശൗര്യം. എന്തുമാത്രം ചോരയാ കുടിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിലും നിന്റെ ദുർമേധസിത്തിരി ഒന്ന് കുറയട്ടെ. നമ്മൾ പുറംപോക്കിലെ ഭിക്ഷക്കാരുടെ ചോര ഊറ്റി കുടിക്കുന്നു, നമ്മുടെ ചോര കൊതുകുകളും. അങ്ങനെ കരുതിയാ മതി. ഓ ശരി ശരി, സാറ് നടന്നാട്ടെ. തമാശ പറഞ്ഞതാവും. ഡ്യൂട്ടി നടക്കട്ടെ. അല്ല, ഇതാര്? വേലു? வணக்கம் சார். എപ്പടി വേലു, സൗഖ്യം താനേ? நான் நல்லா இருக்கு. சார் எப்படி நல்லா இருக்கியா? എന്തു പറയാനാ, ഇങ്ങനെയൊക്കെ എഴുതിയും വായിച്ചും കഴിഞ്ഞു പോന്നു. അല്ല, സിഗ്നൽ ഉണ്ടല്ലോ വേലു. ഇപ്പൊ ഏതാ ട്രെയിൻ? ശതാബ്ദി എക്സ്പ്രസ് தான் சார். പിന്നെ வந்து കാല് 2 മണിക്ക് മംഗള എക്സ്പ്രസ്. चाय 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 गरम चाय अरे पानी बोतल സാർ 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 ഒന്ന് നിൽക്കണേ. ഇപ്പോൾ പോയത് ശതാബ്ദി എക്സ്പ്രസ് ആണോ? ആണെങ്കിൽ ഓ മൈ ഗോഡ്, എനിക്കതിലായിരുന്നു യാത്ര ചെയ്യേണ്ടിയിരുന്നത്. അത് കൊള്ളാം. എങ്കിൽ 1 മണിക്കൂർ കൂടി കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലോടോ. താങ്കൾ ഇവിടെ പുതിയതാണെന്ന് തോന്നുന്നു. ഇത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് സുഹൃത്തെ. കാലത്തിന് മുന്നും പിന്നും തെറ്റി കടന്നു പോകുന്ന ചൂളവിളികൾ ഏതായാലും ഞങ്ങൾക്ക് പരിചിതമാണ്. സാർ പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ അനിരുദ്ധ്, മുംബൈയിലേക്ക് പോകുന്ന യാത്രക്കാരനാണ്. പ്രശസ്തമായൊരു IT കമ്പനിയിലെ ടെക്നിക്കൽ CEO ആണ് ഞാൻ. ആഹാ, ഇത്രയും പ്രൊഫഷണലായ നിങ്ങളെപ്പോലുള്ളവർക്ക് സമയത്തിൻ്റെ പ്രാധാന്യം അറിയില്ലെന്ന് പറയുന്നത് ഒരുതരം വിരോധാഭാസം തന്നെ. സുഹൃത്തെ, ഇനി കാലത്ത് 2 മണിക്കാണ് അടുത്ത ട്രെയിൻ. ദാ കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ റിസർവേഷൻ യാത്രക്കാർക്കായി ഒരു വിശ്രമമുറി കാണാം. ഇനി ഈ സ്റ്റേഷൻ ഉണരുന്നത് തന്നെ ആ തീവണ്ടിയുടെ ചൂളവിളി കേട്ടാണ്. എന്തിനധികം പറയുന്നു, ഞങ്ങൾ പോലും. യാത്രാമംഗളം പ്രിയ സുഹൃത്തെ. ഞങ്ങളും ഇത്തിരി ഉറങ്ങാൻ പോവുകയാണ്. ഏതായാലും നിങ്ങൾക്ക് ഞങ്ങളൊരു ശുഭരാത്രി ഒന്നും ആശംസിക്കുന്നില്ല. ഇവിടുത്തെ കൊതുകുകൾ ഇടതടവില്ലാതെ നിങ്ങളെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കും. ഉറക്കം ഇവിടത്തുകാർക്ക് ഒരു ദിവാസ്വപ്നം മാത്രമാണ്. എങ്കിൽ കാണാം.
ഞങ്ങൾ പോവുക. മറക്കണ്ട, അടുത്ത മുംബൈ ട്രെയിൻ 2 മണിക്കാണ്. ഹോ, നശിച്ച മഴ. ഇതൊന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ. ഇത്രയും ശപിക്കപ്പെട്ടൊരു ദിവസം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അല്ല, ആരെ കുറ്റപ്പെടുത്താൻ? ഒന്നും കൽപ്പിതമല്ലല്ലോ. ഒരു സിഗരറ്റ് ഉണ്ടാവും കയ്യിൽ. താങ്കൾ ആരാ? ഞാൻ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എന്നെയും ഞാൻ നിങ്ങളെയും ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ പിന്നെ ഇത്തരം ഔപചാരികതകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. കൊള്ളാം. ഒരു അപരിചിതനാണെങ്കിലും താങ്കളുടെ ഈ മുഖവുര എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ പേര് അനിരുദ്ധ്. ഞാൻ മുംബൈയിൽ ഒരു IT കമ്പനിയിൽ ടെക്നിക്കൽ CEO ആയി ജോലി ചെയ്യുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എനിക്കിപ്പോൾ ഒരു സിഗരറ്റ് അത്യാവശ്യമായി വന്നിരിക്കുന്നു. ഐ എം എക്സ്ട്രീംലി സോറി. എൻ്റെ കയ്യിലിപ്പോൾ സിഗരറ്റ് ഇല്ല. ക്ഷമിക്കുക സുഹൃത്തെ, പുകവലി ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന നിയമപരമായ മുന്നറിയിപ്പ് നമ്മുടെ തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നത് കാണാഞ്ഞിട്ടല്ല ഞാൻ താങ്കളോട്. ഏതായാലും ഇക്കാര്യത്തിൽ ഞാൻ താങ്കൾക്ക് മുന്നിൽ നിസ്സഹായനാണ്. ഇവിടെ ഇപ്പോൾ താങ്കളും ഞാനും തനിച്ചാണ്. നോക്ക്, ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളല്ലാതെ വേറെ ആരുമില്ല. വിരോധമില്ലെങ്കിൽ നമുക്കിതാ ആ ബെഞ്ചിലേക്ക് ഇരിക്കാം. താങ്കൾ ഇനിയും ആരാണെന്ന് പറഞ്ഞില്ല. നിങ്ങളെപ്പോലൊരു യാത്രക്കാരൻ. കുറച്ച് സമയം മുമ്പ് കടന്നുപോയ ശതാബ്ദി എക്സ്പ്രസ്സിൽ നിന്നാണ് ഞാനിവിടെ ഇറങ്ങിയത്. എൻ്റെ ലക്ഷ്യസ്ഥാനം ഈ സ്റ്റേഷൻ ആയിരുന്നില്ല. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ മുമ്പിലേക്ക് പോകേണ്ടിയിരുന്ന യാത്രക്കാരനാണ്. കൊള്ളാം. ഇതെന്ത് വിരോധാഭാസം! ഒരാൾ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രാമധ്യേ ഇറങ്ങേണ്ടി വരിക, മറ്റൊരാൾക്ക് അത് ആരംഭത്തിൽ തന്നെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ നഷ്ടമാവുക. ഏതായാലും നമ്മൾ ചേരുമ്പോൾ ചേരേണ്ടവർ തന്നെ. എനിക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു, താങ്കളും എന്നോടൊപ്പം കൂട്ടുചേരേണ്ടവൻ തന്നെ. എന്നോട് നിങ്ങൾക്ക് ഇത്തിരി മുഷിപ്പ് തോന്നുന്നുണ്ടാകും അല്ലേ? ഓ, എന്തിന്? ഞാനിപ്പോഴും നിങ്ങൾക്കൊരു ഹസ്തദാനം പോലും തന്നിട്ടില്ല. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. ഇത്തരം ഔപചാരികതകളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യം. മാത്രമല്ല, നാം രണ്ടുപേരും മുംബൈയിലേക്ക് പോകേണ്ടവരാണ്. ലക്ഷ്യസ്ഥാനം ഇടക്ക് വെച്ച് മുറിഞ്ഞു പോയെങ്കിലും ഇനി നമ്മൾ ഒരുമിച്ച് ഒരു ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യേണ്ടവരാണ്. അടുത്ത ട്രെയിൻ 2 മണിക്ക് എന്നല്ലേ പറഞ്ഞത്? ഏതായാലും ആ സമയത്തിലേക്ക് ഇനിയും നമ്മൾ കാത്തിരിക്കണം. ആട്ടെ, നിങ്ങൾ നാട്ടിൽ അവധി ആഘോഷിക്കാൻ വന്നതാണ്? അല്ല. എറണാകുളത്ത് ചില ബിസിനസ് മീറ്റുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഇത് ഇടയ്ക്കിടെയുള്ള യാത്രയാണ്. മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ വന്നിറങ്ങി. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് 2 ദിവസം വീട്ടിൽ തങ്ങി. ഇടയ്ക്കിടെ വീട് കിട്ടുന്ന കേരളത്തിലെ സ്പെഷ്യൽ അസൈൻമെൻറ്റുകൾ എനിക്ക് വീട്ടിലേക്കുള്ള വഴി കൂടിയാണ്. ഇതൊരു നശിച്ച മഴ തന്നെ. ശക്തി കൂടി കൂടി വരികയാണ്. ഇന്നിനി ശമനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതല്ല, ഞാൻ താങ്കൾ ശരിക്കും ശ്രദ്ധിച്ചത് ഇപ്പോഴാണ്. മുംബൈയിലേക്ക് പോകുന്ന യാത്രക്കാരന് വേണ്ട യാതൊരു മുൻകരുതലുകളും, ഒരു ബാഗ് പോലും താങ്കളുടെ കയ്യിലില്ല. താങ്കൾക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുവെന്ന് കണ്ടാലറിയാം. വിരോധമില്ലെങ്കിൽ ഈ ഷാൾ പുതച്ചു. നന്ദി സുഹൃത്തെ, താങ്കളുടെ ആകുലത ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾക്കറിയാനുള്ളതും എനിക്ക് പറയാൻ ആഗ്രഹമില്ലാത്തതുമായ ഒന്നാണ് ഞാൻ ആരാണെന്നുള്ളത്. ഒരുപക്ഷെ ചുരുക്കം ചിലരിൽ മാത്രം കാണാവുന്ന ഒരു അസ്തിത്വ ദുഃഖമാണത്. ഞാൻ ആരായിരുന്നു എന്ന ചോദ്യത്തിനാണ് ഇവിടെ പ്രസക്തി എന്നെനിക്ക് തോന്നുന്നു. എക്സലൻറ്റ്. വളരെ മനോഹരമായി താങ്കൾ സംസാരിക്കുന്നു. അതിപരിചയം വെറുപ്പുളവാക്കും എന്നൊരു പഴമൊഴിയുണ്ട്. എങ്കിലും ഈ അപരിചിതത്വം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, താങ്കളെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. താങ്കളിൽ ഇനിയും അവശേഷിക്കുന്ന ദുരൂഹതകൾ എനിക്ക് താങ്കളിലുള്ള ഉദ്യോഗം വർദ്ധിപ്പിക്കുന്നു. ഏതായാലും ഒരു കാര്യം പറഞ്ഞേ മതിയാവും. മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പെരുമഴയത്ത് താങ്കളെങ്ങനെ ഈ സ്റ്റേഷനിൽ വന്നിറങ്ങി? താങ്കളൊരു മദ്യപാനിയോ വിഷാദരോഗിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എറണാകുളത്ത് നിന്നും വണ്ടി കയറുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്
ഞാൻ പതിവായി കരുതാറുള്ള തുണിസഞ്ചിയും അതിൽ കുറച്ച് പുസ്തകങ്ങളും മാത്രമായിരുന്നു. ആ കമ്പാർട്ട്മെന്റ് S23, എൻ്റെ സീറ്റ് നമ്പർ 13. അവിടെ എനിക്ക് ചുറ്റും ആരൊക്കെയും ഉണ്ടായിരുന്നു. ഞാനാരെയും ശ്രദ്ധിച്ചില്ല, അവരെന്നെയും. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഏകദേശം 25-26 വയസ്സ് പ്രായം വരും. യുവതി എന്ന് പറയുന്നതാവും ഉചിതം. അവൾക്കരികിലായി അയാളും. നിരഞ്ജൻ, ഓർക്കുന്നുണ്ടോ ഈ ദിവസം? ഇതുപോലൊരു പെരുമഴക്കാലത്താണ് ഞാൻ ഇയാളുടെ കരതലം സ്പർശിച്ചത്. നമ്മൾ സ്വരുക്കൂട്ടി വെച്ച സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായ ദിവസം. എൻ്റെയും നിൻ്റെയും വിവാഹം നടന്ന ദിവസം. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയെങ്കിലും ആ ഓർമ്മകളിൽ അഭിരമിച്ച് നിന്നോടൊത്ത് ഇങ്ങനെ ചേർന്നിരിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ ഓർക്കുന്നു മെർലിൻ, നമുക്കിടയിൽ ഇഷ്ടം, പ്രണയം എല്ലാം എത്രമാത്രം തീവ്രമായിരുന്നു അല്ലേ? ദുഃഖവും സന്തോഷവും നമ്മൾ ഒരുപോലെ പകുത്തു. നമ്മുടെ ജീവിതത്തിന് വസന്തത്തിന്റെ ഋതുപകർച്ചയായിരുന്നു. അതിന് ശുദ്ധ സംഗീതത്തിന്റെ നാദമായിരുന്നു. നമ്മുടെ ക്യാമ്പസ് ജീവിതവും സർവകലാശാലയിലെ സർഗാത്മക സദസ്സുകളും എത്ര ധന്യമായിരുന്നു അല്ലേ? അതൊന്നും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനാവില്ല. പക്ഷേ ആ പഴമ ചാർത്തുകൾ ഓരോന്നോരോന്നായി ഞാൻ കോർത്തിണക്കാൻ ശ്രമിക്കുകയാണ്. വീണുപോയ ആ മണിമുത്തുകൾ ഓരോന്നും. ഒരു പക്ഷേ ഇനി അതിനൊന്നും എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ? മെർലിൻ, നീ എന്താണ് ഇങ്ങനെ ഇമോഷണൽ ആവാൻ മാത്രം ഗുരുതരമല്ലല്ലോ കാര്യങ്ങൾ. നിന്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകും. പാതി വഴിയിൽ നിർത്തിയ ഗവേഷണം പൂർത്തിയാക്കണം. നീ ആശിച്ചാഗ്രഹിച്ച ആ PhD, അതിന്റെ ഓണറിങ്, അത് ഞാൻ സ്വപ്നം കാണുകയാണ്. വെറുതെ ആശ്വസിപ്പിക്കാനാണ് ഈ വാക്കുകൾ എന്ന് എനിക്കറിയാം. പ്രതീക്ഷയുടേതാണ് ഓരോ യാത്രകളും. കുതിച്ച് ചൂളമടിച്ച് പായുന്ന ഈ ട്രെയിനിനെ നോക്ക്. ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള ആവേശമാണത്. അതിൻ്റെ ശ്വാസഗതികളുടെ നിമ്നോന്നതികൾ വെറും യാന്ത്രികമല്ലേ? ആർക്കറിയാം, ഒരുപക്ഷെ ഊർജ്ജസ്വലതയുടെയും വേഗമാനതയുടെയും അവയവങ്ങളിൽ എന്നിലുള്ളതുപോലെ ഒരു അർബുദം അവനെയും കാർന്നു തിന്നുന്നില്ല എന്നത്. മെർലിൻ, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? ടെൻസ്ഡ് ആകരുത്. ഞാനില്ലേ നിന്റെ കൂടെ? നിന്റെ സ്വപ്നങ്ങളിൽ, നിന്റെ പ്രയാണങ്ങളിൽ ഒക്കെ ഞാൻ കൂടെയില്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ? എനിക്കറിയില്ല നിരഞ്ജൻ, എനിക്കറിയില്ല. ഇനി കേവലം 2 കീമോതെറാപ്പി, അതിന് കുറച്ച് ഫോളോ മെഡിസിൻസ്, ദാറ്റ്സ് ഇനഫ്. പിന്നെ നീ പഴയതുപോലെ സ്മാർട്ട് ആകില്ലേ എൻ്റെ മെർലിൻ? മുംബൈയിലേക്കുള്ള ഈ യാത്ര നമ്മുടെ എല്ലാ സ്വപ്നങ്ങളുടെയും വീണ്ടെടുക്കലിന്റെ യാത്ര കൂടിയാണ്. ഞാനും ഒരു യാത്രയിലാണ് നിരഞ്ജൻ. ആദിയുടെയും അന്ത്യത്തിന്റെയും ഇടയിൽ നൂലഴ വ്യത്യാസത്തിൽ കടന്നു പോകുന്ന ഒരു മധ്യാഹ്ന യാത്ര. ഞാനൊന്ന് ഇയാളുടെ ചുമലിൽ തല ചായ്ക്കട്ടെ. എന്നിട്ടെന്തുണ്ടായി? താങ്കൾ ഈ സ്റ്റേഷനിൽ ഇറങ്ങുകയും ചെയ്തു. അപ്പോ ആ പെൺകുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? പാതി അടച്ചിട്ട് ജനൽപ്പാളികളിലൂടെ ഒരു കാറ്റരിച്ചിറങ്ങി. അതിനൊരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു. ഞാൻ വായിച്ചു തുടങ്ങിയ പുസ്തകം കാറ്റിലിളകി അവസാന താളിൽ വന്നു നിന്നു. അക്ഷരങ്ങളിൽ ഇരുട്ട് നിറയുന്നത് പോലെ എനിക്ക് തോന്നി. കാറ്റ് പതിയെ ആ പെൺകുട്ടിയുടെ മുടിയിഴ തഴുകി ജനൽ വഴി എവിടേക്കോ തിരികെ പോയി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അയാൾക്ക് തിരിച്ചറിയാനുള്ള സമയമായി വരുന്നതേയുള്ളൂ.
തൻ്റെ തോളോട് ചേർന്ന് ചാരിയിറങ്ങുന്ന മെർലിൻ ഇനി വരുന്ന ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ വണ്ടിയുടെ ചൂളംവിളിയുടെ ആരോഹണത്തിൽ ഞെട്ടിയുണരുമെന്ന പ്രതീക്ഷയിലാണ് അയാൾ. ഭാവം. അത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ആ പെൺകുട്ടി ശരിക്കും മരിച്ചിരുന്നു. എൻ്റെ സംശയം, അപ്പോൾ താങ്കൾക്ക് മരണത്തെ മുൻകൂട്ടി കാണാൻ കഴിയുമെന്നോ? എങ്കിൽ ശരിക്കും താങ്കൾ ആരാണ്? രംഗബോധമില്ലാത്ത കോമാളിയാകുന്നല്ലോ മരണം. അതിന് ഋതുഭേദങ്ങളില്ല, കാലവുമില്ല. എപ്പോഴും എവിടെയും കടന്നെത്തുന്ന അതിഥിയാണല്ലോ മരണം. താങ്കളുടെ ഈ ചിരി എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. എന്തോ ഒരു വല്ലാത്ത അപരിചിതത്വം, ദുരൂഹത എനിക്ക് താങ്കളിൽ അനുഭവപ്പെടുന്നു. ഭയം, അതാണ് മരണത്തെ ഇത്രയധികം മഹത്വവൽക്കരിക്കുന്നത്. അനിശ്ചിതത്വമാണ് ഭയത്തെ ജനിപ്പിക്കുന്നത്. നമ്മുടെ സഹയാത്രികനാണ് മരണമെന്ന് കരുതുക. അപ്പോ മരണം ഒരു സൗന്ദര്യമായി മാറുന്നു. എനിക്ക് താങ്കൾ ഭയമാകുന്നു. ഇടക്കിടക്കുള്ള അർത്ഥശൂന്യമായി ചിരിയെങ്കിലും ഒന്ന് ഒഴിവാക്കൂ. ഇതാ നോക്ക്, ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളല്ലാതെ വേറെ ആരുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന പോലീസുകാർ അവരെവിടെയോ ഏതോ വിശ്രമമുറിയിൽ ഉറക്കത്തിലുമാണ്. നമുക്ക് ഈ വിഷയം വിടാം. എന്തോ വല്ലായ്ക തോന്നുന്നു. നിങ്ങളെന്തിന് എന്നെ ഭയപ്പെടണം? ഞാൻ നിങ്ങളെയും. തുടക്കം മുതൽ നിങ്ങൾ സന്ദേഹപ്പെടുന്നത് ഞാനെങ്ങനെ ശതാബ്ദി എക്സ്പ്രസ്സിൽ നിന്നും ഇവിടെ ഈ സ്റ്റേഷനിൽ വന്നിറങ്ങി എന്നതാണ്. പിന്നെ നിങ്ങളുടെ ആകുലത, മുംബൈയിലേക്ക് യാത്ര തിരിച്ച ഒരാളുടെ കയ്യിൽ അത്യാവശ്യം വസ്ത്രങ്ങളും സാധനങ്ങളും സൂക്ഷിച്ചു വെക്കാൻ ഒരു ബാഗ് പോലും ഇല്ലല്ലോ എന്നതാണ്. സുഹൃത്തെ, ജനിക്കുമ്പോൾ ആരും ഒന്നും കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും. സത്യം പറ, താങ്കൾ ആരാണ്? തുടക്കം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. അവിടെയും ഇവിടെയും തൊടാതെയുള്ള സംസാരം, വലിയ തത്വജ്ഞാനികൾ പറയുന്നത് പോലെയുള്ള ദാർശനിക ചിന്തകൾ. അതാണെങ്കിൽ തന്നെ തുടക്കവും ഒടുക്കവും ഇല്ലാതെ പാതി വഴിയിൽ നിർത്തുന്നവയും. അനിരുദ്ധ്, നിങ്ങളൊന്ന് പരിഭ്രാന്തനാവാതിരിക്കൂ. ഇല്ല, എനിക്കറിയണം, അറിഞ്ഞേ തീരൂ. അസമയങ്ങളിൽ ഇതുപോലെ പ്ലാറ്റ്ഫോമിലും റെയിൽ പാളങ്ങളിലും കാണുന്നവർ ആത്മഹത്യ ചെയ്യാൻ വരുന്നവരാണ്. എനിക്ക് മനസ്സിലായി. ജീവിത പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി സ്വയം ഇല്ലാതാവുക. എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. എൻ്റെ നിരീക്ഷണങ്ങളൊന്നും അങ്ങനെ തെറ്റാറുമില്ല. നിങ്ങളിൽ ഒരു ആത്മഹത്യാ പ്രവണതയുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. നിങ്ങൾ ശതാബ്ദി എക്സ്പ്രസ്സിൽ നിന്നും എടുത്തു ചാടിയതാണ്. ട്രെയിൻ പ്ലാറ്റ്ഫോം 1 എത്തിച്ചേരുന്നതിന് മുമ്പ് നിങ്ങൾ എടുത്തു ചാടി. ഇരുട്ടിൽ ഒരു പക്ഷേ ചാടി വീഴുന്ന സ്ഥലം നിങ്ങൾക്ക് നിശ്ചയമില്ലാതായി കാണും. വഴിയിൽ ഏതോ വെള്ളക്കെട്ടിലോ ചതുപ്പിലോ നിങ്ങൾ പതിച്ചു. കണ്ടില്ലേ, നിങ്ങളാകെ നനഞ്ഞിരിക്കുന്നു. മേൽക്കൂരയുള്ള ഈ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരാൾ എങ്ങനെ ഇങ്ങനെ മഴ നനയും? നോക്കൂ, നിങ്ങൾ ആരാണെന്നോ എവിടെയാണെന്നോ എനിക്കറിയില്ല. ഒരുപക്ഷെ എനിക്കതിപ്പോൾ അറിയേണ്ടുന്ന കാര്യമോ വിഷയമോ അല്ല. എന്നെ വെറുതെ വിട്ടേക്ക്. അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ ഈ പ്ലാറ്റ്ഫോം അരികെ ചേർന്ന് വന്നു നിൽക്കും. ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു യുവാവാണ് ഞാൻ. ആ ട്രെയിനിൽ എനിക്ക് യാത്ര ചെയ്തേ മതിയാവും. നിങ്ങൾക്ക് നിങ്ങളേതായ വഴി തിരഞ്ഞെടുക്കാം. അത് ജീവിതമായാലും മരണമായാലും ഞാൻ നിങ്ങളൊരിക്കലും തടയില്ല. പക്ഷേ നിങ്ങൾ ജീവനൊടുക്കാൻ തിരഞ്ഞെടുക്കുന്ന ട്രെയിൻ അതിന് യാത്ര ചെയ്യുന്ന അടുത്ത വണ്ടിയായിരിക്കരുത്. അതെൻ്റെ യാത്രയെ മാത്രമല്ല, എൻ്റെ ലക്ഷ്യത്തെ പോലും തടയുന്ന ഒന്നായിരിക്കും. ലക്ഷ്യം? എത്ര മനോഹരമായി നിങ്ങൾ ആ പദം പറഞ്ഞു വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് മാത്രമാണോ സന്തോഷവും സുഖവും ജീവിത ലക്ഷ്യവുമെല്ലാം? ബാക്കിയുള്ളവർക്ക് അതൊന്നുമില്ലെന്നും വേണ്ടെന്നുമാണോ നിങ്ങൾ പറഞ്ഞു പോരുന്നത്? നോക്ക്, നമ്മളിവിടെ പരസ്പരം കണ്ടുമുട്ടേണ്ടവർ ആയിരുന്നില്ലല്ലോ. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എനിക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന ശതാബ്ദി എക്സ്പ്രസ് നഷ്ടമായി. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്കും പിരിയും. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് ഉറപ്പുണ്ടോ? അടുത്ത മുംബൈ ട്രെയിൻ ഏതാനും സമയത്തിനുള്ളിൽ ഈ പ്ലാറ്റ്ഫോമിൽ ചൂളം വിളിച്ച് കിതച്ച് നിൽക്കും. എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ആ ട്രെയിനിൽ നിങ്ങൾക്ക് യാത്ര തുടരാനാവുമെന്ന്. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാണ്. ദയവ് ചെയ്ത് എൻ്റെ വഴിമുടക്കാതെ ഒന്ന് മാറിത്തരുമോ? സഹായത്തിനാണ് ഇവിടെ ആരെയും കാണുന്നുമില്ല. ആ നശിച്ച പോലീസുകാർ അവർ എവിടെ പോയി തൊലഞ്ഞു? നോക്ക് മിസ്റ്റർ, നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ എത്ര വേണം പറയൂ. ഒരുപക്ഷെ ആ പണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മറികടക്കാനാവില്ലെന്നറിയാം.
എങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന നിങ്ങളുടെ ഈ മനോവ്യാധിയെ കുറച്ചു കാലത്തെങ്കിലും മാറ്റിവെക്കാൻ അതിന് കഴിഞ്ഞെന്ന് വരും. സുഹൃത്തെ, നിങ്ങൾ എനിക്ക് വില പറയുകയാണോ? നിങ്ങൾക്കൊരു പക്ഷേ എനിക്ക് ലക്ഷങ്ങൾ തരാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പ്ലീസ്, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഇത്തരം ജീവിത സാഹചര്യങ്ങളിലൊന്നും ഇതുവരെ പെട്ടുപോകാത്ത ഒരാളാണ് ഞാൻ. ഉപദ്രവിക്കരുത് പ്ലീസ്. നിനക്ക് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ട്രോളി ബാഗിൽ ഒരു കുപ്പി മദ്യം ഇരിപ്പുണ്ട്. നമുക്കതിൽ നിന്നും അല്പം കഴിക്കാം. ഇത്തിരി ലഹരിയിലൂടെ ഒരു പക്ഷേ നമുക്ക് നല്ല ചങ്ങാതിമാരാകാൻ കഴിഞ്ഞെന്നും വരും. എനിക്കും ഒരല്പം ലഹരി അനിവാര്യമായി തീർന്നിരിക്കുന്നു. ഞാൻ ബാഗിൽ നിന്നും അതൊന്നും എടുക്കട്ടെ. അയ്യോ, എൻ്റെ ബാഗ് എൻ്റെ ബാഗ് എവിടെ? അത് ഇവിടെ വെച്ചിരുന്നാണല്ലോ. നിങ്ങളത് എടുത്തു കാണും. നിങ്ങളത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളല്ലാതെ വേറൊരാളും ഇവിടെ ഉണ്ടായിരുന്നില്ല മിസ്റ്റർ. അയ്യോ, എന്തൊരു കഷ്ടമാണ് ഈശ്വര ഇത്. താങ്കളോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട്. നോക്ക്, പ്രായത്തിൽ എന്നേക്കാൾ എത്രയോ മുതിർന്നാണ് നിങ്ങൾ. ഒരു ജ്യേഷ്ഠ സഹോദരനോട് എന്ന പോലെ ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ ബാഗ് ഒന്ന് തിരിച്ചു തരൂ. എൻ്റെ ബാഗ് തിരിച്ചു തരൂ പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കും. അയ്യോ, എന്താണിത്? എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മൈ ഗോഡ്, നിങ്ങളുടെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്നില്ല. ഇതെന്തൊരു പരീക്ഷണം. നിങ്ങൾക്ക് ചുറ്റും നിഴലുകളുമില്ല. നിങ്ങളുടെ കണ്ണുകളിലെ കൃഷ്ണമണികൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു. നിങ്ങളുടെ ശരീരമാകെ ഒരു നീലിച്ച നിറം. അയ്യോ, എൻ്റെ തൊണ്ട വരളുന്നു. കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ ആരെങ്കിലും? പോലീസുകാരെ, എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ കാഴ്ചകൾ കണ്ടു നിൽക്കാൻ എനിക്കധിക സമയമാവില്ല. അനിരുദ്ധ്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. നോക്കൂ, നിങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെള്ളം കുടിക്കാൻ നിങ്ങൾക്കാവില്ല. നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ബാഗ് അത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പോൾ മണിക്കൂർക്ക് മുമ്പ് ഈ പ്ലാറ്റ്ഫോമിലൂടെ കടന്നുപോയ ശതാബ്ദി എക്സ്പ്രസ്, എന്നോട് വിശേഷങ്ങൾ തിരക്കിയ പോലീസുകാർ, ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴ, എന്താണ് ഇതിനൊക്കെ അർത്ഥം? ഞാൻ എവിടെയാണിപ്പോൾ? എൻ്റെ ശരീരം പതിവിനേക്കാൾ തണുത്തുറഞ്ഞിരിക്കുന്നു. എൻ്റെ കാലുകൾ ഉണങ്ങിയ വൃക്ഷശിഖരങ്ങൾ പോലെ ബലം പിടിച്ചിരിക്കുന്നു. എൻ്റെ തൊണ്ട വരളുന്നു. എൻ്റെ നിശ്വാസങ്ങൾ. ഞാനെവിടെയാണ്? എനിക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അനിരുദ്ധ്, നിലവിളിച്ചതുകൊണ്ടോ വാവിട്ട് കരഞ്ഞതുകൊണ്ടോ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല. ആരും നമ്മളെ ഇപ്പോൾ കാണുകയുമില്ല. നമുക്ക് രണ്ടുപേർക്കുമിടയിൽ ഇപ്പോൾ പരസ്പരം ഒഴിച്ചുകൂടാനാവാത്തൊരാത്മബന്ധമുണ്ട്. അത് കേവലം ലൗകികമല്ല, മറിച്ച് രണ്ട് ആത്മാവുകൾ തമ്മിലുള്ള അതീന്ദ്രിയ ബന്ധമാണത്. നമുക്ക് കാലചക്രത്തെ ഇത്തിരി പിറകിലേക്ക് ചലിപ്പിക്കാം. വ്യക്തമായി പറഞ്ഞാൽ, മുംബൈയിലേക്ക് യാത്ര പറഞ്ഞുപോയ ശതാബ്ദി എക്സ്പ്രസ് പാളങ്ങളിലൂടെ ഈ പ്ലാറ്റ്ഫോമിന് ഓരം ചേർന്ന് കടന്നുപോയ 10 മണിക്ക് മുമ്പ്, അതിനും ഒരു 2 മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിച്ച ആ ഫ്ലാറ്റിൽ നിന്ന് തുടങ്ങാം. പതിവ് ബിസിനസ് മീറ്റുകൾക്ക് ശേഷം നിങ്ങൾ ചേക്കേറുന്ന ലഹരിയുടെ ഉന്മാദത്തിൻ്റെ ആ സ്ഥിരം താവളത്തിലേക്ക്. Cause I got it like that, flow so smooth like I got it on tap. Yeah, and I'ma say it be a good night while I'm on my Yingling, while I'm drinking Bud Light. Can you get it when you miss me? അനിരുദ്ധേ, ഈ സന്തോഷം നമ്മൾ ആഘോഷിച്ചേ തീരും. ഇതിപ്പം നിന്റെ ഈ വർഷത്തെ 2ാമത്തെ പ്രൊമോഷനാണ്, അതും ടെക്നിക്കൽ CEO എന്ന ഉയർന്ന പദവിയിലേക്ക്. ശരിക്കും നിന്നോട് വല്ലാത്ത അസൂയ തോന്നുന്നു അനിരുദ്ധ്. കോളേജിൽ പഠിത്തത്തിന്റെ കാര്യത്തിൽ അത്ര മിടുക്കലൊന്നും അല്ലായിരുന്നിട്ടും നീ വെട്ടിപ്പിടിച്ച അധികാരവും പദവിയും തീർച്ചയായും നിന്റെ കഠിനാധ്വാനത്തിന്റെ ശ്രമഫലം തന്നെയാണ്. ഹാറ്റ്സ് ഓഫ് യു മാൻ. ദാ ഈ പെഗ് നിന്റെ ഉയർച്ചയുടെയും സന്തോഷത്തിന്റെയും മികവിലേക്ക് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ചിയേഴ്സ് ഡിയർ. ചിയേഴ്സ്. നിങ്ങൾക്കാർക്കും അറിയാത്ത ആ രഹസ്യം ഞാൻ ഡിസ്ക്ലോസ് ചെയ്യും. അതെ,
ഇവന്റെ ഈ CEO പദവിക്ക് പിന്നിൽ അങ്ങനെ വലിയ മെറിറ്റ്സിന്റെ ഹൈലൈറ്റ്സ് ഒന്നും ഇല്ല. സംഭവം ഒരു ക്ലിഷിയായി തോന്നാം. 80കളിലും 90കളിലും ഇറങ്ങിയ ഹിന്ദി സിനിമകളുടെ ഒരു ബിറ്റ് റിപ്ലിക്കേഷൻ. ഇവനോട് കമ്പനി MDയുടെ മകൾക്ക് അസ്ഥിയിൽ പൂത്ത പ്രേമം. ഇവന്റെ ചരിത്രവും വർത്തമാനവും ചേർത്ത് വെച്ചാൽ തിരിച്ച് അവളോട് തോന്നുന്നത് പ്രേമമല്ലെന്നും ജസ്റ്റ് ഒരു ഫ്ലേട്ടിംഗ് റിലേഷനുമാണെന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മതിയാക്കടേ, ഓവറായി ചളമാക്കാതെ. മദ്യത്തിന് കൂടെ ചരസ് കൂടി ചേർന്ന ഇൻടോക്സിക്കേഷൻസിന്റെ പ്രറ്റി ഹാങ് ഓവറാണ് ഇവന്. അവനങ്ങനെ ചുമ്മാതെ പറഞ്ഞതാവനൊന്നും വഴിയില്ല. ഏതായാലും അവന്റെ അസംഷനോട് ചേർത്ത് വെക്കാൻ സത്യത്തിന്റെ ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ജീവിച്ച് പൊക്കോട്ടെ എന്റെ സുഹൃത്തെ. ചുരുക്കി പറഞ്ഞ സംഭവം ഇതിൽ ഹോട്ട് ആൻഡ് സ്പൈസി ആണല്ലോ. നടക്കട്ടെ നടക്കട്ടെ. അപ്പോൾ കാര്യങ്ങൾ ഇത്തിരി മസാല വേഷനായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത അതിഥിയെ ക്ഷണിക്കാം. എന്താ? അനിരുദ്ധ്, ഇതാണ് നമ്മൾ നിനക്കായി ഒരുക്കി വെച്ച സസ്പെൻസ്. ആള് 2-3 സിനിമകളിലൊക്കെ മുഖം കാണിച്ച ഒരു എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആണ്. ഇതിനിടെ വൈറലായ MMS ക്ലിപ്പ് ഇവളുടേതാണ്. അപ്പോൾ ഇതുകൂടി ചേരുമ്പോൾ ഈ കെട്ടുകഥൽ സുന്ദരമാകുന്നു. അപ്പൊ തുടങ്ങാം. മദ്യം, മയക്കുമരുന്ന്, മദരാശി, a meaningful Nugen party high. ട്രെയിൻ നമ്പർ 120-82 തിരുവനന്തപുരത്തുനിന്നും എറണാകുളം ടൗൺ ഷൊർണൂർ ജംഗ്ഷൻ വഴി മുംബൈ വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. നോക്ക്, നിങ്ങൾ കാത്തിരിക്കുന്ന മുംബൈ ട്രെയിനിലുള്ള സിഗ്നൽ ലോക്കായി കഴിഞ്ഞു. ദാ അവിടെ കാണുന്നില്ലേ ആ ചുവപ്പ് സിഗ്നൽ? പച്ച സിഗ്നൽ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പുള്ള ശുഭസൂചകമാണ്. പക്ഷേ ചുവപ്പ് അത് യാത്ര അവസാനിക്കുന്നതിൻ്റെ. വേദനയോടെ പറയട്ടെ, നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അല്ല, എനിക്ക് യാത്ര പോയാൽ മതിയാവും. എനിക്ക് എന്റെ ലക്ഷ്യങ്ങളെ കണ്ടെത്തിയേ മതിയാവും. ഞാൻ കേവലം 27 വയസ്സ് മാത്രം പ്രായമായൊരു യുവാവാണ്. ജീവിതത്തിന്റെ നിറവും സ്വപ്നങ്ങളും അക്ഷരാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നെ യാത്ര പോകാൻ അനുവദിച്ചാലും പ്ലീസ് പ്ലീസ്, ഞാൻ പൊക്കോട്ടെ. അനിരുദ്ധ്, നിനക്കിവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് വെക്കാനാവില്ല. ലഹരിയുടെ ഉന്മാദാവസ്ഥയിൽ നിന്ന് സുഹൃത്തുക്കളോട് ബൈ പറഞ്ഞ് നീ പിരിഞ്ഞത് ജീവിതത്തിലേക്കായിരുന്നില്ല. ഓർമ്മയുണ്ടോ നിനക്ക്? ലിഫ്റ്റിൽ നിന്നും താഴെ കാർ പാർക്കിങ്ങിലേക്ക് നീ പടിയിറങ്ങി. അടിപ്പെട്ട ലഹരി നിന്റെ കാഴ്ചകളെയും ചലനങ്ങളെയും വല്ലാതെ ബാധിച്ചിരുന്നു. കേവലം 27 വയസ്സ് മാത്രം പ്രായമായ അനിരുദ്ധ് എന്ന ചെറുപ്പക്കാരന് സ്വന്തം ജീവിതത്തോടും ജീവനോടും നീതി പുലർത്താനായില്ല. നഗരത്തിന്റെ പ്രധാന റോഡിലൂടെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീ കുതിച്ചു. പക്ഷേ കുറച്ചകലെ റോഡരികിൽ 10-13 വയസ്സ് പ്രായമായ 2 പെൺകുട്ടികളുടെ ഒരച്ഛനുണ്ടായിരുന്നു. ഒരു പാവം സ്ത്രീയുടെ ഭർത്താവുണ്ടായിരുന്നു. എല്ലാത്തിനുമുപരി അന്നന്ന് ഉപജീവനത്തിനു വേണ്ടി പാടുപെടുന്ന ഒരു കുടുംബനാഥനുണ്ടായിരുന്നു. അയാളുടെ സ്വപ്നങ്ങളിലേക്കാണ് നീ ഓടിച്ച കാർ ആക്രോശിച്ച് ചെന്ന് പതിച്ചത്. ഈ ഞാനായിരുന്നു ആ ഹതഭാഗ്യൻ. ഞാൻ മാപ്പ് എന്നോട് പൊറുക്കണം. എല്ലാം എന്റെ പിഴയായിരുന്നു. എന്റെ മാത്രം പിഴ. നോക്കനിരുദ്ധ്, നീ ഒരു സ്വപ്നാടകനെ പോലെ അലയുകയായിരുന്നു ഇത്രയും സമയം. റെയിൽവേ സ്റ്റേഷൻ, ശതാബ്ദി എക്സ്പ്രസ്,
പോലീസുകാർ, എല്ലാം എല്ലാം നിന്റെ സ്വപ്നദർശനം മാത്രം. മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കാൻ വെമ്പുന്നവന്റെ വെറും മിഥ്യാസ്വപ്നങ്ങൾ. ഞാനും നീയും 2 ശവങ്ങളാണിപ്പോൾ. വൈദ്യശാസ്ത്രത്തിന്റെ ഭാഷയിൽ ചലനവും ബോധവും നഷ്ടപ്പെട്ട 2 പ്രേതങ്ങൾ. കുറച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാരെത്തിച്ചേരും. പിന്നെ നമ്മുടെ ശരീരങ്ങൾ അവർ കീറിമുറിക്കും, ഒരു കശാപ്പുകാരന്റെ ലാഘവത്തോടെ. അനിരുദ്ധ്, കരയരുത്. പശ്ചാത്താപങ്ങൾക്കോ പ്രായശ്ചിത്തങ്ങൾക്കോ ഇനി പ്രസക്തിയില്ല. നോക്ക്, നമ്മളിപ്പോൾ മോർച്ചറിയിലാണ്. മരണമെന്ന കറുത്ത യാഥാർത്ഥ്യത്തെ ഒരു വെള്ളത്തുണിയാൽ മൂടപ്പെട്ട ശവങ്ങൾ മാത്രം അധിവസിക്കുന്ന ഇടം. അവർ എത്തിക്കഴിഞ്ഞു. എന്റേതാണോ നിന്റേതാണോ ആദ്യ ഊഴമെന്ന് എനിക്കറിയില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് അത് എന്റേതാവണമെന്നാണ്. കാരണം നിന്റെ ശിരസ് പിളർക്കുന്ന ആ കാഴ്ച എനിക്ക് കാണാൻ വയ്യ. ഇനി നമ്മൾ തമ്മിൽ സംസാരമില്ല. അതിന് നമുക്കാവില്ല. അനിരുദ്ധ്, ആ വെള്ളപ്പുതപ്പ് മുഖത്തേക്ക് വലിച്ചിടുക. യാത്ര മുടങ്ങിയതിൽ നിരാശപ്പെടേണ്ട അനിരുദ്ധ്. നീയും ഞാനും ഒരു യാത്ര പോവുകയാണ്, ഏതോ ഒരു വിദൂരതയിലേക്ക്. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു അവസാന യാത്ര. മഴ നനഞ്ഞെത്തിയ അതിഥി നാടകം സമാപിക്കുന്നു. നാടകരചന സജിത് വിളയാങ്കോട്, സംവിധാനം നൌഷാദ് വളാഞ്ചേരി, പശ്ചാത്തല സംഗീതം രശ്മി ലജീബ്, ശബ്ദലേഖനം ശബ്ദമിശ്രണം ലജീബ് കുന്നുംപുറത്ത്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അപരിചിതൻ നൌഷാദ് വളാഞ്ചേരി, അനിരുദ്ധ് സലിം ഹനീഫ, നിരഞ്ജൻ ബൈജു പട്ടാളി, മെർലിൻ സോഫി തോമസ്, പോലീസുകാർ സന്തോഷ് പിള്ള, സുരഭി നാരായണൻ, സുഹൃത്തുക്കൾ സജിത്ത്, ലജീബ്, റോബി വർഗീസ്, ഭിക്ഷക്കാരൻ വേലു, സജിത്ത്. അവതരണം ഇന്ത്യൻ സോഷ്യൽ സെന്റർ അലൈൻ. ഖത്തർ UAE എക്സ്ചേഞ്ച് പ്രവാസി ഭാരതി അന്തർദേശീയ റേഡിയോ നാടകോത്സവം 2017. പ്രസന്റഡ് ബൈ ഖത്തർ UAE എക്സ്ചേഞ്ച്. ഖത്തറിൽ നിന്നും ലോകത്തെവിടേക്കും ഓൺലൈനായി പണം അയക്കുന്നതിന് ലോഗിൻ ചെയ്യൂ www.uaeexchange.com/QAT. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 44365252.